Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer ആരാണ്? Good morning, ma'am. Prayer ആരാണ്? ഈശ്വര സമൃദ്ധി സ്വരൂപ, ഈശ്വര സമൃദ്ധി സ്വരൂപ, ഈശ്വര ശാന്തി സ്വരൂപായ ജീവനിൽ നിറയണമേ. അകലങ്ങളിലെ അത്ഭുതമല്ലനേ അകതാരിൽ നിറയും ജീവചൈതന്യം. അകലങ്ങളിലെ അത്ഭുതമല്ലനേ അകതാരിൽ നിറയും ജീവചൈതന്യം. അനന്ത വൈവിധ്യ സാധുരിന്നും അനർഘ സമൃദ്ധി നിൻ രൂപം. അനന്ത വൈവിധ്യ സാധുരിന്നും അനർഘ സമൃദ്ധി നിൻ രൂപം. ഈശ്വര സമൃദ്ധി സ്വരൂപ, ഈശ്വര സമൃദ്ധി സ്വരൂപ, ഈശ്വര ശാന്തി സ്വരൂപായ ജീവനിൽ നിറയണമേ. Signing. Thought of the day. Signing ഞാനാണ്. Good morning, ma'am and my dear friends. Today I am presently signing telling a short moral story. A crow sat on a tree doing nothing when a rabbit thought to do the same and sat in the ground. A fox come and eat him. Moral: to eat and do nothing. You need to be Okay. Thought of the day. മാം ഞാനാണ്. Let's think about this. A negative mind will never give you a positive life. എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവരുടെ ജീവിതം എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. സോ എല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കുക. എന്നാൽ നമ്മുടെ ജീവിതവും പോസിറ്റീവായി മാറും. Let me repeat. A negative mind will never give you a positive life. Have a nice day. Thank you. Okay. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? നീക്സിന്റെ ചാപ്റ്റർ. എന്റെ MCQ കിട്ടിയോ? എന്താ മാം പറഞ്ഞു കേട്ടില്ല. MCQ കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഇല്ല മാം. ഇല്ല മാം. അതെ. ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കേൾക്കുന്നുണ്ടോ? കൂട്ടാൻ പറ്റുമോ? കേൾക്കുന്നില്ല. ഓക്കെ 1 മിനിറ്റ് കേട്ടോ. ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ചാപ്റ്റർ ആണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. യൂണിറ്റ് 2 ആണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്തല്ലേ? ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് കവർ ചെയ്തല്ലേ? ഓക്കെ. നമ്മൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു
ടൈം ഒരു മെച്യൂരിറ്റി എത്തി കഴിയുമ്പോ അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ആകാണെന്ന് പഠിച്ചു ഇല്ലേ. ഗ്രോത്ത് എന്ത് ചെയ്യാണ്, മെച്യൂരിറ്റി എത്തി കഴിയുമ്പോ അത് എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ആകാന്ന് പറഞ്ഞു. 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. പേജ് നമ്പർ ഒന്ന് പറയാമോ? 41. 41 കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, നോക്കാം. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ബ്രെയിൻ. നമ്മുടെ ബോഡിയുടെയും ബ്രെയിനിന്റെയും ഗ്രോത്തും ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ഗ്രോത്ത് ഓഫ് ദ മസിൽസ്, നമ്മുടെ മസിൽസിന്റെ ഗ്രോത്ത്, നമ്മുടെ സെൻസുകളുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം, ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയാൽ മാത്രമാണ് കുട്ടികൾ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. സോ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ് refers to the process which bring progressive changes in external as well as internal body organ of an individual. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഇല്ലേ. ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പീരീഡ് ഓഫ് ഓവം എന്താണ്, പീരീഡ് ഓഫ് എംബ്രിയോ എന്താണ്, പീരീഡ് ഓഫ് ഫീറ്റസ് എന്താണ്, പിന്നെ നമ്മുടെ കുട്ടി ജനിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, എത്ര kg വേണമെന്നാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. കുട്ടി ജനിക്കുമ്പോ നോർമൽ വെയിറ്റ് എത്രയായിരിക്കണം, 3 kgs എങ്കിലും വെയിറ്റ് വേണം. അതാണ് നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡി ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, നമ്മളുടെ സാധാരണ ഫങ്ഷനിങ്ങിലേക്കൊക്കെ വരുന്നു. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ച് ഒരു എന്താ പറയാ ഒരു 3 മാസം ആവുമ്പോഴേക്കും എന്ത് ചെയ്ത് തുടങ്ങും, നമ്മളിവിടെ പറഞ്ഞല്ലോ 3 മാസം ആവുമ്പോഴേക്കും എന്നുവെച്ചാല് നമ്മള് കമന്ന് വീഴും. അത് കഴിഞ്ഞ് ഒരു 5 മാസം ആവുമ്പോഴേക്കും സിറ്റിംഗ് തുടങ്ങും, ഇരിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ക്രൗളിങ് ചില മുട്ടി കഴിയും. അത് കഴിഞ്ഞ് സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് തുടങ്ങും. പിന്നെ അവർ നടന്നു തുടങ്ങും. ദെൻ സ്റ്റെയർ ഒക്കെ കയറി തുടങ്ങും. അങ്ങനെ 1.5 വയസ്സിനുള്ളിൽ കുട്ടികൾ നല്ല സ്പീഡിൽ ഓടാനൊക്കെ തുടങ്ങും. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ അതാത് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ഇതിനെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിന് എന്തെങ്കിലും മന്ദഗതിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ഗ്രോത്ത് അതായത് ഏജിനനുസരിച്ച് കുട്ടികളുടെ ഗ്രോത്ത് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ഞാൻ പറഞ്ഞതാണ് 3 മാസം ആവുമ്പോഴേക്കും കമന്ന് വീഴണം. ഓക്കെ, 5 മാസം ആവുമ്പോഴേക്കും ഇരിക്കുറങ്ങണം. 5 മാസം ആവുമ്പോഴേക്കും ഒന്ന് ഇരിക്കാനൊക്കെ തുടങ്ങണം. 8-ാം മാസം മുതലെങ്കിലും മുട്ടിൽ എഴുതി തുടങ്ങണം. പിന്നെ ഒരു വയസ്സാവുമ്പോഴേക്കും പിടിച്ചു നിൽക്കണം, സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്. എന്തെങ്കിലും പിടിച്ചൊക്കെ നിൽക്കാനായിട്ട് തുടങ്ങണം, നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, 1.5 വയസ്സിനുള്ളിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നടക്കണം. ഇനി 1.5 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടി നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയാം. 1.5 വയസ്സ് വരെ ടൈം ഉണ്ട് ഉണ്ടാവും. ചില കുട്ടികള് നമ്മള് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും 8-ാം മാസത്തിൽ 8 അടി വെച്ചു എന്നൊക്കെ. അതൊക്കെ ഓക്കെയാണ്. ഇന്നത്തെ കുട്ടികളെ ചിലപ്പോൾ 1.5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നടന്നു തുടങ്ങിയാൽ മതി. നല്ല സ്പീഡിൽ 1.5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നടന്നു തുടങ്ങിയാൽ മതി. ഓക്കെ, ഇനി ഈ കുട്ടികളുടെ ഗ്രോത്ത്, ഞാൻ ഈ പറഞ്ഞ ടൈമില് കുട്ടികളുടെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് അല്ലേ? ഈ ഒരു 0 to 2 years കുട്ടികളുടെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് അല്ലേ? നമ്മളുടെ കുട്ടികളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കുട്ടികളുടെ 0 to 2 years വരെയുള്ള ഗ്രോത്തിൽ ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അവർ കുറെ കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് 0 to 2 yearsലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇത്രേ കാര്യങ്ങൾ
നടക്കുന്നത്, ഇത്രയും ചേഞ്ചസ് നടക്കുന്നത് ഏത് പീരീഡിലാണ്? 0 to 2 years ആണ്. ഈ പീരീഡിന് നമ്മളൊരു പേര് പറയും, നിങ്ങൾക്ക് അറിയോ അത്? അറിയോ 0 to 2 years എന്ന് പറയുന്ന പേര്? ഓക്കെ, എന്താണ്? ഇൻഫൻസി. ഇൻഫൻസി പീരീഡില് ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര സ്വിഫ്റ്റ് ആയിരിക്കും, എന്ന് വെച്ചാല് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതാണ് അവിടെ വരുന്നത് കേട്ടോ. ഫാസ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. വെരി സ്വിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫൻസി. ഇൻഫൻസിയില് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കര സ്പീഡായിരിക്കും. ദെൻ ആ കുട്ടികൾക്ക് ഒരു ടൈം എടുക്കും. ഈ 0 to 2 years ടൈമിൽ വെയിറ്റിന്റെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. കുട്ടി ജനിക്കുമ്പോ എത്ര kg വേണമെന്ന് പറഞ്ഞു? 3 kg വെയിറ്റ് വേണമെന്ന് പറഞ്ഞു ഇല്ലേ? കുട്ടി ജനിക്കുമ്പോ 3 kg വേണം. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴേക്കും, 3 മാസം ആകുമ്പോഴാണ് തോന്നുന്നുണ്ട്, ഡബിൾ ആകണം. 3 മാസം ആകുമ്പോഴേക്കും അതിന്റെ ഡബിൾ ആകണം, 6 kg ആവണം. എനിക്ക് തോന്നുന്നു 2 years ഒക്കെ ആകുമ്പോഴേക്കും, 2 years എനിക്ക് തോന്നുന്നു 9 kg ആണോ? 9 kg ആണെന്ന് തോന്നുന്നുണ്ട്. 2 years 9 kg, 3 yearsലേക്ക് എത്തുമ്പോഴേക്കും 9, 11 ആ ഒരു ആവറേജ് വെയിറ്റ് എങ്കിലും വേണം. 3 years ആകുമ്പോഴേക്കും 13 kg എത്തണം. ഓക്കെ, ഈ കുട്ടികളുടെ വെയിറ്റ് കൂടുന്നത് ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ 0 to 2 years വെയിറ്റ് കൂടുന്നത്. വെച്ചാല് ആദ്യം ഫസ്റ്റ് കുട്ടി ജനിക്കുമ്പോൾ 3 kg ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ എത്രയാവും? ഡബിൾ ആകണം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഡബിൾ ആകണം എന്ന് വെച്ചാൽ 6 kg ആവണം. 1 year ഒക്കെ ആകുമ്പോഴേക്കും 9 kg ആവണം. അങ്ങനെ ഭയങ്കര പെട്ടെന്നായിരിക്കും അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന ടൈമിനെ ഇൻഫൻസി പീരീഡ് കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ് 3 to 13 years എന്ന് പറയുന്നത്. നമുക്കിത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചൈൽഡ്ഹുഡ് ആണ്. 3 years മുതൽ 13 years വരെ നമ്മൾ ചൈൽഡ്ഹുഡ് എന്നാ പറയുന്നത്. ചൈൽഡ്ഹുഡിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. പ്രീ ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇൻഫൻസി ടൈമിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന പീരീഡ് ആണ്. നമുക്ക് ഗ്രോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിക്സേഷന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. അതാണ് ഏത് സമയത്ത് നടക്കുന്നത്? പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ടൈമിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് പ്രീ ചൈൽഡ്ഹുഡിൽ എന്താ നടക്കുന്നത്? പ്രീ ചൈൽഡ്ഹുഡ് ഏതാ പീരീഡ് എന്നുള്ളത് പറയണം. Period of 3 to fixation. 6 years. 3 to 6 years ആണ്. പീരീഡ് ഓഫ് ഫിക്സേഷനും ആണ്. ഓക്കെ, നമ്മള് ഇൻഫൻസിയിൽ അക്യൂർ ചെയ്തിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമാണ് ഏത്? പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ് 3 to 6 years is the period of fixation that what is attained in infancy is stabilized. നമുക്കറിയാം 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൈറ്റ്സും അതേപോലെ തന്നെ വെയിറ്റിലൊന്നും പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവില്ല. KG സെഷനുള്ള കുട്ടികളിൽ അധികം പെട്ടെന്ന് എന്ത് വരുന്നില്ല? ഡിഫറൻസ് വരുന്നില്ല. പക്ഷേ അവര് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് തന്നെ KG സെഷനിൽ നിന്ന് കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. വീണ്ടും വരാണ് പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വീണ്ടും വരുന്നത് ഏത് ടൈമിലാണ്? മിഡിൽ ചൈൽഡ്ഹുഡിലാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്നായിരിക്കും മാറുന്നത്. പെട്ടെന്ന് ഹൈറ്റ് വെക്കും, പെട്ടെന്ന് വെയിറ്റ് കൂടും. ആ ടൈമിൽ വീണ്ടും ഗ്രോത്തിന്റെ പീരീഡ് ആണ്. ഓക്കെ, അപ്പോ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 7 to 9 years ആണ്. വീണ്ടും പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ ഇൻഫൻസിയിൽ അത്രയും ഗ്രോത്ത് റേറ്റ് ഇല്ല. കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫൻസി അനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഗ്രോത്തോ അത്രയും ഇതില്ലെങ്കിലും ഗ്രോത്തും ഡെവലപ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. എന്താണ് ലേറ്റർ ചൈൽഡ്ഹുഡ്? അത് നമ്മൾ 10 to 30 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ വീണ്ടും പീരീഡ് ഓഫ് ഫിക്സേഷൻ വന്നു. നമ്മള് മിഡിൽ ചൈൽഡ്ഹുഡിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും ഫിക്സ് ചെയ്യാനുള്ള ഒരു പീരീഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു, വീണ്ടും ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് കുട്ടികൾ വളരുന്നത്. ചില എല്ലാപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഗ്രോ ചെയ്യുന്നുണ്ട് ഒരു ടൈമിൽ, പിന്നെ കുറച്ച് ഇയേഴ്സ് അവർ ആ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിയായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കും. വീണ്ടും അവർ ഗ്രോ ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ഫിക്സേഷൻ വരുന്നു. ഇനി നമ്മൾ 13 years ലേറ്റർ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കടക്കുന്നത് എങ്ങനെയാണ്? അഡോളസന്റ് ഏജിലേക്കാണ്, കൗമാരപ്രായത്തിലേക്കാണ്. റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല.
അത്രയും ഗ്രോത്തും ഡെവലപ്മെന്റും നടക്കുന്ന സമയമാണ് ഏത് അഡോളസെന്റേജ് എന്ന് പറയുന്നത്. ഏർലി അഡോളസെന്റേജ് ആണ് ഏറ്റവും കൂടുതൽ മാറ്റം. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും. നമ്മള് എന്താ പറയാ, ഒരു 7ാം ക്ലാസ്സിലൊക്കെ ഒരു കുട്ടീനെ കണ്ടിട്ട് അവളൊന്ന് 9ാം ക്ലാസ്സിൽ കാണുമ്പോഴേക്കും അവള് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അവളുടെ എന്താ പറയാ അപ്പിയറൻസിൽ തന്നെ ഒത്തിരി വ്യത്യാസം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണാണ്ടിരുന്ന് കാണുമ്പോൾ പെട്ടെന്നായിരിക്കും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത് വലുതായി നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ കേസിൽ. അവരുടെ ഹൈറ്റ് വെക്കുന്നു, സൗണ്ട് ചേഞ്ച് ചെയ്യുന്നു, അതേപോലെ ഹെയർസ് ഒക്കെ വരുന്ന ഒത്തിരി ചേഞ്ചസ് എക്സ്റ്റേണൽ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതേപോലെ പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ ഇന്റേണൽ ആയിട്ട് പറയുകയാണെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി മാറ്റങ്ങൾ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് ഒക്യൂർ ചെയ്യുന്നുണ്ട്. ആ ടൈമാണ് ഏത് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏർലി അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ് ആണ്. കൗമാരപ്രായത്തില് ആദ്യത്തെ 3 വർഷങ്ങളാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യാം. ഏർലി ചൈൽഡ്ഹുഡിലാണ് എന്ത് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിക്കുന്നത്. ഓക്കെ, റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല മാം, ഒരു സ്റ്റോപ്പ് ആകും. ഓക്കെ, എനിക്ക് 19 വയസ്സിൽ എനിക്ക് 156 ആയിരുന്നു ഹൈറ്റ്. ഇപ്പോഴും എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 156 ആണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത സമയത്തുള്ള ഹൈറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ള ഹൈറ്റ്, അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഏജ് കഴിയുമ്പോ അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോ അതെന്ത് ചെയ്യാണ്? അവിടെ വെച്ച് സീസ് ചെയ്യാണ്. സീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോപ്പ് ആകാണ്. എപ്പോ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോ ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ആകാണ്. ഓക്കെ, നമ്മള് പറഞ്ഞത് സാധാരണ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റിലുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻഫൻസിയില് ഒത്തിരി മാറ്റങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. 0 to 2 years ആണ്. അതിൽ നമ്മൾ വരുന്ന മാറ്റങ്ങൾ പറഞ്ഞു. കുട്ടികളിലെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇരിക്കാൻ തുടങ്ങുന്നു, മുട്ടിലഴയാൻ തുടങ്ങുന്നു, പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു, സ്റ്റെയർ കയറാനായിട്ട് തുടങ്ങുന്നു, പിന്നെ എന്താണ് ഓടാനായിട്ട് തുടങ്ങുന്നു. ഓരോ ആക്ടിവിറ്റീസും ചെയ്തു തുടങ്ങാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇൻഫൻസിയിലാണെന്ന് പറയാം. ആദ്യം വരുന്നത് ഇൻഫൻസിയിലാണ്. പിന്നെ ഇൻഫൻസിയിൽ നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ള ഈ ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫിക്സ് ചെയ്യുന്ന സ്റ്റേബിലൈസ് ആക്കുന്ന ഒരു പീരീഡ് ആണ് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. എന്താണ് പീരീഡിന്റെ പേര്? പ്രീ ചൈൽഡ്ഹുഡ്. സോ പ്രീ ചൈൽഡ്ഹുഡിൽ നമ്മൾ 0 to 2 years അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. 7 to 9 years ആണ്. ആ ടൈം എന്ന് പറഞ്ഞാൽ വീണ്ടും പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. വീണ്ടും നമ്മുടെ ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ടൈമാണ്. എന്താ വെച്ചാൽ ഇൻഫൻസിന്റെ അത്രയും ഗ്രോത്ത് ഇല്ല, എന്നാലും ഗ്രോത്തും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഹൈറ്റ് കൂടുന്നുണ്ട്, വെയിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. നമ്മൾ 7 to 9 years അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റ് ഫിക്സ് ചെയ്യുന്ന വീണ്ടും ഒരു ടൈമാണ് ഇത് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഏത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ്? ഏർലി അഡോളസൻസ്. എന്താണ് പറയുന്നത്? ഏർലി അഡോളസൻസ്. ഏർലി അഡോളസൻസിലേക്ക് വരുമ്പോൾ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് എന്താണ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ഓക്കെ, അവർക്ക് കൂടുതലായിട്ട് ഗ്രോത്ത് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈമാണ്. നമുക്കറിയാം പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ അവർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് ഒത്തിരി വരുന്നുണ്ട്. ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് അഡോളസെന്റ് ഏജിൽ നിന്ന് അഡോളസെന്റ് ഏജ് എത്ര ടൈം വരെയാണെന്ന് അറിയാവോ? ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് അഡോളസൻസ്? 10 മുതൽ 19 വരെ. പുതിയ കണക്ക് പ്രകാരം 10 മുതൽ 19 വരെയൊക്കെയാണ് അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ പ്രായത്തിലോ? 13 മുതൽ 19 വരെ. ഓക്കെ, നമ്മളുടെയൊക്കെ ടൈമിൽ 13 to 19 years ആയിരുന്നു നമ്മൾ അഡോളസെന്റ് ഏജ് ആയിട്ട് കണ്ടിരുന്നത്. നമുക്ക് ആ ഒരു ബേസിലാണ് പറയുന്നത്. 13 to 19 yearsൽ ഈ 90 years ആവുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തെന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? 90 years ആവുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു. സോ അവിടെ വെച്ചിട്ട് 90 years ഒക്കെ ആവുമ്പോഴേക്കും ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആകും. ഓക്കെ, ഗ്രോത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? സീസ് ചെയ്യാണ്. അപ്പോ
ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണിത്. സോറി, ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മളിപ്പോ ഇതിന്റെ ഈ ഒരു എത്ര പോയിന്റ് ആണ്, 6 പോയിന്റ് എന്ന് പറഞ്ഞാല്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അതേപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. പീരീഡ് ഓഫ് ഓരോ പീരീഡ് ഏതാണെന്ന് ചോദിക്കാം. ആ സമയത്ത് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. പിന്നെ പീരീഡ് ഓഫ് ഫിക്സേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ടൈപ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ചോദിക്കാം. ടൈപ്പ് ഓഫ് ചൈൽഡ്ഹുഡ് ചോദിച്ചു കഴിഞ്ഞാൽ 3 ചൈൽഡ്ഹുഡ് ഉണ്ട്. സോ പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ലേറ്റർ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു 6 പോയിന്റ് ഉണ്ടെങ്കിൽ 6 പോയിന്റിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോ. അതെന്താണോ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ എന്റെ ഹൈറ്റും വെയിറ്റ് നോക്കണതിന്റെ ഒപ്പം തന്നെ എന്റെ ഹൈറ്റും നോക്കുമായിരുന്നു. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഫിസിക്കൽ ഇപ്പൊ ഹൈറ്റിന്റെ എന്തെങ്കിലും നമുക്ക് വേരിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? കാരണം എന്റെ വെയിറ്റ് നോക്കുന്നതിന്റെ ഒപ്പം എപ്പോഴും എന്റെ ഹൈറ്റ്, നമ്മുടെ അംഗൻവാടിയിൽ പോകുമല്ലോ നമ്മള്, അപ്പൊ അവരെപ്പോഴും എന്റെ വെയിറ്റ് നോക്കുന്നതിന്റെ ഒപ്പം തന്നെ ഹൈറ്റ് നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഹൈറ്റില് ടീച്ചേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ അവരോട് ഫസ്റ്റ് ടൈം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ വല്ല വ്യത്യാസം വരുമോ, അതിന് ഹൈറ്റ് എപ്പോഴും ഒന്ന് തന്നെ ഇരിക്കില്ലേ പറഞ്ഞു. ചിലപ്പോ അത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടെന്ന് അവര് പറഞ്ഞു. ചിലപ്പോൾ മെഷർമെന്റ് ആയിക്കോട്ടെ. നമ്മൾ പറയുന്ന ഹൈറ്റിനനുസരിച്ചാണ് വെയിറ്റ് നമ്മൾ എപ്പോഴും പ്രെഡിക്ട് ചെയ്യാറ് അല്ലെ. ഹൈറ്റിന് ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് നമ്മൾ നോക്കാറുണ്ട്. സോ ഹൈറ്റിൽ ചേഞ്ചസ് വരാനല്ല, നമ്മുടെ മോനെ വെയിറ്റും ഹൈറ്റും നമ്മൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ചെല്ലുമ്പോൾ ഹൈറ്റ് നോക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് നോക്കാറില്ലല്ലോ. ഇല്ല, ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഹൈറ്റ് നോക്കിയിട്ടില്ല, വെയിറ്റ് മാത്രമേ നോക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഹെൽത്തിന് ചെല്ലുമ്പോ നോക്കാറുണ്ട്. ഹെൽത്ത് ഇപ്പൊ നോക്കാറുണ്ടായിരുന്നു. ഓക്കേടാ. അത് ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടോന്ന് അപ്പൊ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഗ്രോത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഹൈറ്റും വെയിറ്റും നോക്കുന്നത്. ചേഞ്ചസ് ഉണ്ടാവാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ ചെയ്തതിൽ നമ്മൾ നേരത്തെ നമ്മളിപ്പോ അവരോട് പറയാണ് ഞാൻ 154 ആണ്, പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 156 ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ അന്ന് നോക്കിയ മെഷീന്റെയോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെയോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തെങ്കിലും ക്ലാരിറ്റിക്കോ അല്ല പ്രശ്നം ഉണ്ടെന്നോ അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഹൈറ്റ് കറക്റ്റ് ആയിട്ടല്ലേ കിട്ടാറ്, നമ്മുടെ ഹൈറ്റ് തന്നെയല്ലേ കിട്ടിയിരുന്നത്. അത്രേ ഉള്ളൂ. സോ വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ആ സമയത്ത്. അപ്പം നമ്മൾ ഇത്ര ഹൈറ്റ് ആണെങ്കിൽ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ട് ആ ടൈമിൽ, ഓരോ ടൈമിലും. ആ സമയത്തുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് ഉണ്ടോ, നിങ്ങൾക്ക് ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം മാം. ഫിസിക്കൽ ഗ്രോത്ത് സീസ്ഡ് ബൈ വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്, അതാണോ? യെസ് മാം, അതാണ്. ഓക്കെ. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വെച്ച് സീസ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണെന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഒരു ടൈം മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് എന്താവാണ്, സ്റ്റോപ്പ് ആകാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞ ഹൈറ്റ് ആണ് പറഞ്ഞത്. നമ്മളെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഒരു ഏജ് വരെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഹൈറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുന്നുള്ളൂ. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹൈറ്റ് എന്ത് ചെയ്യാണ്, അവിടെ വെച്ച് സ്റ്റോപ്പ് ആകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗ്രോത്ത്, ഫുൾ ഫിസിക്കൽ ഗ്രോത്ത് ആ ടൈം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആകാണ്. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു മാം. വെയിറ്റിന് വ്യത്യാസം വരൂടെ, കാരണം നമ്മളുടെ ഫുഡ് ഹാബിറ്റും കാര്യങ്ങളും കൊണ്ട് നമുക്ക് വെയിറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് നമുക്ക്
ഫിസിക്കൽ ഗ്രോത്തിൽ നമുക്ക് പറയാനായിട്ട് നമ്മൾ ഫുഡ് ഹാബിറ്റ് കാരണം മാറാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലം വെയിറ്റ് ചേഞ്ചസ് വരും. സോ ഹൈറ്റ് അങ്ങനെ വ്യത്യാസം നന്നായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മാം ഇതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു മാം. എങ്ങനെ എന്താണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം മാം, എങ്ങനെ ഉണ്ടാവും ജസ്റ്റ്. മോക്ക് ടെസ്റ്റിന്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ജസ്റ്റ് അങ്ങനെയാ. സ്റ്റുഡന്റ് മിഡിൽ ചൈൽഡ്ഹുഡ് ഏതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഓക്കെ പഠിക്കുമ്പോ എന്താ പറയാ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏത് പീരീഡിലാണ് കൂടുതലായിട്ട് സ്വിഫ്റ്റ് ആകുന്നത്? അപ്പൊ ഏത് പീരീഡ് ആണ്? 0 to 2 years. 0 to 2 years. എല്ലാരും മ്യൂട്ട് ആവട്ടോ. എന്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറയാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇസ് സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഡാഷ്. അപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഇൻഫൻസി, മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ്. മിഡിൽ ചൈൽഡ്ഹുഡ് വേണ്ടത് ഇൻഫൻസി ആണ്. ഓക്കെ, dash years of adolescence are marked as the year for rapid growth and development. Dash years of adolescence are marked as the years of rapid growth and development. First 2, first 3, first 4, first 5. First 3 years. Okay. First 3 years. Physical growth dash by when maturity is attained. Physical growth dash by when maturity is attained. ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നല്ലത്. ജസ്റ്റ് സെന്റൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ വരണമെന്നില്ല. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാം. ഓക്കെ മാം, ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യന് സീസേഴ്സിനും സ്റ്റോപ്പിടുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം? എ ആൻഡ് ബി ഉണ്ടാവും ഓപ്ഷനില്. ആ അല്ല, ഏതെങ്കിലും ഒന്ന് മാത്രമാണെന്ന് പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടൂല. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന എക്സാമിനൊക്കെ വരുമ്പോ അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തു, കറക്റ്റ് ആൻസർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയല്ലേ എല്ലാ എക്സാമിനും നമുക്ക് തെറ്റിപ്പോയാലും ആ മാർക്ക് കിട്ടൂലേ? PSC ഒക്കെ അങ്ങനെയല്ലേ? ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഓക്കെ മാം. മാം ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാം? ക്ലിയർ ആയില്ല. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ രണ്ടുകൂടെ ഒന്നുകൂടെ പറയാമോ? Physical growth dash by when maturity is attained. Physical growth dash by when maturity is attained. Or ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മാറ്റി പറയാം. Physical growth ceased by when dash is attained. അങ്ങനെ ചോദിച്ചൂടെ? ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ആ ഒരു പോർഷൻ നല്ല രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് MCQ ഒക്കെ കിട്ടുമ്പോ മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, എന്താണ് മാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം മാം. ഫസ്റ്റ് 3 years ഉത്തരം വന്ന ഉത്തരം വന്ന ഫസ്റ്റ് 3 years ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ആദ്യം മാം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? അതിന്റെ ഉത്തരം ഫസ്റ്റ് 3 years എന്നാണ്. ക്വസ്റ്റ്യൻ കേട്ടില്ലേ ഞാൻ? ഓക്കെ, എടാതില്ലേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് 3 years of adolescence are marked as the year of rapid growth and development. അതൊന്ന് സെന്റൻസ് വായിച്ചത് ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ. അതൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ അല്ല. എനിക്ക് ഞാൻ ജസ്റ്റ് ആ സമയത്ത് ജസ്റ്റ് അതിനെ പറഞ്ഞു നോക്കിയതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം എന്നൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു കേട്ടോ. ഓക്കെ മാം, നമ്മളിത് വായിച്ചാൽ മതി. പക്ഷെ ഇതിന് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളൂ. എല്ലാ പോയിന്റ്സും നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ആൻസർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാൻ പറ്റും. അതായത് നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ആയിട്ട് വരണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താ വരാത്തതെന്നൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോ ചോദിച്ചെന്താന്ന് വെച്ചാലേ ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ല 3 years എന്നൊക്കെ പറഞ്ഞ ആൻസേഴ്സിന്റെ ഒക്കെ. അപ്പൊ അത് ഞാൻ ചോദിച്ചു ഈ മോക്ക് ടെസ്റ്റിൽ അത് തന്നെ വരാൻ ചാൻസ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അത് അവസാനം അല്ല, പറഞ്ഞ അഡോളൻസിന്റെ മിസ് പറഞ്ഞില്ലേ 10 to 19 ഏജിലാണ് മറ്റേ അഡോളൻസ് ഉണ്ടാകുന്നത്. അത് ആ മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് 10 3 എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ ചോദിച്ചത്. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണോ? അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അതാണ് മോക്ക് ടെസ്റ്റിൽ ഇങ്ങനെ ചോദിക്കാന്നാ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ മുമ്പ്? കിട്ടിയിട്ടുണ്ട് മാം. ഉണ്ട് മാം. ഉണ്ടല്ലോ, എന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? യെസ് മാം. മോക്ക് ടെസ്റ്റ് കുറെ ചെയ്തു മാം, എല്ലാ വിഷയത്തിനും. കോമൺ ചൈൽഡ് ഡിസീസിന്റെ ഒക്കെ എന്ത് ക്വസ്റ്റ്യൻസ് എത്ര നമ്പർ ഉണ്ടായിരുന്നു? 5 കൂടുതലും 5 വെച്ചായിരുന്നു. ഓക്കെ ഏട്ടാ, ഞാനേ ആ ചാപ്റ്ററിന്റെ റിവിഷൻ വരുമ്പോ ഒരു എക്സ്ട്രാ 20 ക്വസ്റ്റ്യൻസ് എടുപ്പിച്ച് തരാം. ഓക്കെ മാം. റിവിഷൻ വരുമ്പോ തരുള്ളൂ കേട്ടാ, എപ്പോ വേണമെന്നും പറയരുതേ. പറ്റാണെങ്കിൽ ഞാൻ ഇന്ന് ഇടാം. ഞാൻ ഏതൊരു ചാപ്റ്റർ എടുത്തത് ഫസ്റ്റ് പാർട്ടിന്ന്? കോമൺ ചൈൽഡ് ഡിസീസ് എടുത്തിട്ടുണ്ട് ഇല്ലേ? ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാനല്ലല്ലോ എടുത്തത്, അല്ലേ? ചൈൽഡ് വെൽഫെയർ എടുത്തിട്ടുണ്ട്. 3 ചാപ്റ്ററല്ലേ എടുത്തത്? ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് മാം. എയ്ഡ്സ് സൈക്കോളജി അടുത്ത പാർട്ടാണ്. എയ്ഡ്സ് കൂടി ഞാൻ തരാനുണ്ട്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആ 3 പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള 3 എണ്ണത്തിനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം. അല്ലാതെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താല് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും അവർക്ക് ക്ലിയർ ആവില്ലല്ലോ. നമുക്ക് റിവിഷൻ ചെയ്താൽ മതി മാം, എന്നാലേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ. മനസ്സിലായില്ല? മാമിന്റെ പോർഷൻസ് എത്രയുണ്ട് അത് കഴിഞ്ഞിട്ട് റിവിഷൻ തന്നാൽ മതി, എന്നാലേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ മാം. എല്ലാം കൂടെ ആവുമ്പോൾ ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പീരീഡുകളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ പറയാ, കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ് പറഞ്ഞല്ലോ? ഫിസിക്കൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ഹൈറ്റ് ആൻഡ് വെയിറ്റിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഫിസിക്കൽ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് ഡാഷ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഓരോ സെന്റൻസിനും ക്വസ്റ്റ്യൻസ് വരാം. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ആവറേജ് ഹൈറ്റ് ഓഫ് 3 year old എത്രയാണ്? 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് എത്രയായിരിക്കണം? 96 സെന്റിമീറ്റർ. അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഡിഫറൻസ് ഉണ്ടാവും. അത് ആവറേജ് ഹൈറ്റ് ആവണമെന്നേ അവർ പറയുന്നുള്ളൂ. ആൻഡ് ദ വെയിറ്റ് എത്രയാണ് പറയുന്നത്? 13 kg. 13 kg. ഓക്കെ, 13 kg വരെ വേണം. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് പ്രീ സ്കൂൾ സ്റ്റുഡൻസ് ആണ് പറയുന്നത്. നമ്മൾ ഈ ഇതിന് എന്താ പറയാ, 3 years എന്നുള്ളതിന് മുമ്പായിട്ട് ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. ബോയ്സിന്റെയും ഗേൾസിന്റെയും എന്താണ് പേര്, ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ട് പറയണമായിരുന്നു. അത് വിട്ടുപോയതാന്ന് തോന്നുന്നു, ടൈപ്പ് ചെയ്ത സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ബോയ്സ് അതേപോലെ തന്നെ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ബുക്കിന്റെ മുകളിലായിട്ട് എഴുതി വെക്കാട്ടോ ബോയ്സ് ഗേൾസ് എന്നുള്ളത്. ഓക്കെ,
ഓക്കെ, ഒന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ ബോക്സിന് മേലെയായിട്ട് ബോയ്സിന്റെയും ഗേൾസിന്റെ ഹൈറ്റും വെയിറ്റും ആണ് തന്നിരിക്കുന്നത്. ഫുൾ ആയിട്ട് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ടോപ്പില് ഫുൾ ആയിട്ട് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ടൈപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഹൈറ്റും വെയിറ്റും ബോയ്സും ഗേൾസും ഒക്കെ ഇരിക്കുന്നത്. കാണുന്നുണ്ട് മാം. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡില് വെയിറ്റ് എന്നുള്ളൊരു ഹെഡിങ് വേണമായിരുന്നു. അതിന്റെ താഴെ സബ് ഹെഡിങ്ങിലായിരുന്നു, സബ് കോളംസ് ആയിട്ടായിരുന്നു ബോയ്സ് ഗേൾസ് എന്ന് വേണ്ടതായിരുന്നു. പക്ഷെ അത് വിട്ടുപോയിരിക്കുകയാണ്. ഈ അടുത്ത സൈഡിലെ ഹൈറ്റ് ആയിരുന്നു, അതിലും ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. അത് വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യാം. ഞാനിപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതേപോലെ എന്തെങ്കിലും പെൻസിലോട് എഴുതി വെക്കുക കേട്ടോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറ. ചെയ്തു മാം. ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മള് വെയിറ്റും ഹൈറ്റും ബോയ്സിനെയും ഗേൾസിനെയും 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ ചിൽഡ്രൻസ്, നമ്മളുടെ കുട്ടികളെ മോണ്ടിസോറി ചിൽഡ്രൻസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ KV സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികളാണ് അവര്. അപ്പൊ അവർക്ക് ഉള്ള ആ ടൈമിലുള്ള ഹൈറ്റും വെയിറ്റും നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മെഷർ ചെയ്തൊക്കെ വെക്കണം. സോ അതിനുവേണ്ടി നമുക്ക് ഇന്ന ഏജിൽ ഇന്ന ഹൈറ്റ് ആയിരിക്കണം, വെയിറ്റ് ആയിരിക്കണം നമുക്ക് നോക്കാം. ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഓരോ കുട്ടികളുടെയും ഹാബിറ്റ്സ് അതേപോലെ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും മാക്സിമം ഇത്രയെങ്കിലും വെയിറ്റും ഹൈറ്റും വേണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വെയിറ്റ് ആണ് പറയുന്നത്. 3 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് 14.78 kg വേണം. ഗേൾസിനാണെങ്കിൽ 13.79 kg. 4 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 16.12, ഗേൾസിന് 15.85 വേണം. ദെൻ 5 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 19.33, ഗേൾസിന് 18.67 വേണം. ദെൻ 6 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 22.4, 21.56 ആണ് എന്ത് വേണ്ടത്, വെയിറ്റ് വേണ്ടത്. ഓക്കെ, ഹൈറ്റിന്റെ കേസിലാണെങ്കിൽ ഗേൾസും ബോയ്സും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ബോയ്സിന് 98.36ഉം ഗേൾസിന് 91.21. ദെൻ 4 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 104.70 സെന്റിമീറ്റേഴ്സും 104.19 സെന്റിമീറ്റേഴ്സും ആണ്. 5 ഇയേഴ്സിലേക്ക് വരുമ്പോൾ 113.51 ആൻഡ് 112.24 ആണ് സെന്റിമീറ്റേഴ്സ് ആണ് ഗേൾസിന് വേണ്ടത്. 6 ഇയേഴ്സിൽ 118.90 ആൻഡ് 117.73 ആണ് സ്റ്റാൻഡേർഡ് വെയിറ്റും ഹൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇതില് നമ്മൾ ചേഞ്ചസ് വരാം. കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടും അതേപോലെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും ചിലവർക്ക്, അത് നമ്മൾ ഓവർ വെയിറ്റ് എന്നും, വെയിറ്റ് കുറവാണെങ്കിൽ അണ്ടർ വെയിറ്റ് എന്നാ പറയാറ്. അപ്പൊ നമ്മള് ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് ഈ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ഏജിനനുസരിച്ചുള്ള മെഡിസിൻസ്. ചില ഡോക്ടേഴ്സ് അങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. ചില ഡോക്ടേഴ്സ് വെയിറ്റിനനുസരിച്ചുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റിനനുസരിച്ചുള്ള മെഡിസിൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളപ്പോ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹൈറ്റിന്റെ വെയിറ്റിന്റെ ബേസിലാണെന്ന് പറഞ്ഞു. 3 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിക്ക് 96 സെന്റിമീറ്റർ എന്ത് വേണം, ഹൈറ്റും 13 kg വെയിറ്റും വേണം. അത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഡിഫറൻസ് ഉണ്ട്. 3 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് അപ്പൊ ഇതൊന്നും വലിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹൈറ്റ് വെയിറ്റിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. കാരണം പെൺകുട്ടികളെക്കാളും ഹൈറ്റും വെയിറ്റും കൂടുതൽ എപ്പോഴും ആർക്കായിരിക്കും, ആൺകുട്ടികൾക്ക്. ഓട്ടോമാറ്റിക്കലി ആൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ ഹൈറ്റും വെയിറ്റും വരാറ്. നോക്കാട്ടോ. The gain in height and weight different from child to child. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. കുട്ടികളെ സംബന്ധിച്ച് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ഹൈറ്റും വെയിറ്റിലും ഭയങ്കര മാറ്റം ഉണ്ടാവും.
The size of the brain also increase steadily in preschool years. നിങ്ങൾക്ക് അറിയോ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു അഡൾട്ടിന്റെ 90% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് 6 വയസ്സ് വരെയാണ്. വെച്ചാല് നമ്മൾ 3 to 6 years, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോണ്ടിസോറിയുടെ പീരീഡ് അല്ലെങ്കിൽ മോണ്ടിസോറി അല്ലെങ്കിൽ പ്രീ സ്കൂൾ ചിൽഡ്രൻസിനാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. പ്രീ സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, അവരെയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ടൈമിലാണ് കുട്ടികളുടെ 90% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. By the time a child is 6 years old, ആ കുട്ടി 6 ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ the weight of his brain is 90% of that the brain of an adult. അഡൾട്ടിന്റെ 90% വരെ ആ കുട്ടിക്ക് ആ ബ്രെയിനിൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. 90% ഡെവലപ്മെന്റ് 6 ഇയേഴ്സിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഇനി ഇതേപോലെയാണോ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന മസിൽസിന്റെ, അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിട്ടാണോ? പാരഗ്രാഫ് മാം. ഓക്കെ എന്റെ PDF-ലുള്ള മിസ്റ്റേക്ക് ആണ്. മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. അവരുടെ മസിൽസ് കുറച്ചും കൂടി തിക്കറും സ്ട്രോങ്ങർ ഒക്കെ ആയി തുടങ്ങും. അവർ 4 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് സ്വയം ടോയ്ലറ്റിന്റെ ശീലങ്ങൾ, അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, അതൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. പ്രകൃതി ആ ടോയ്ലറ്റിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും ബ്രെയിനിലേക്ക് സിഗ്നൽ പോവുകയും അവരത് ടോയ്ലറ്റിൽ പോവുകയും ചെയ്യും. അതേപോലെ രാത്രി ആവുമ്പോഴേക്കും നൈറ്റ് ടൈമില് അവർക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ, കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിച്ചു തുടങ്ങും. By 4 years of age, children secure toilet and control at night. രാത്രിയിൽ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. 4 years വരെ 4 years ആവുമ്പോഴേക്കും അവർ കൺട്രോൾ ചെയ്ത് തുടങ്ങുള്ളൂ കേട്ടോ. നമ്മളത് മനസ്സിലാക്കി പാരന്റ്സ് പെരുമാറണം. കുട്ടികൾ 4 years വരെ ചിലപ്പോ എന്താ പറയാ ടോയ്ലറ്റിങ് കറക്റ്റ് ആവുന്നില്ല. 4 വയസ്സിനുള്ളിൽ അവർ കറക്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ടും ടോയ്ലറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ടോയ്ലറ്റിൽ പോവുക അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാണ്, ബെഡിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. നോക്ക് ഇനി പാരന്റ്സ്, ഞാൻ പറഞ്ഞു 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈം ഏതാണ്? 3 to 6 years ആണ് അല്ലെ, അല്ലെങ്കിൽ 6 years വരെയാണ്. ഈ ടൈമിൽ നമ്മൾ കുട്ടികളോട് കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ചുകൂടി പ്രോപ്പർ ആയിരിക്കും, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യും. സോ parents can use the activities like playing with blocks വെച്ചിട്ട് പ്ലേ ചെയ്യില്ലേ, അതേപോലെ puzzles, sorting the buttons or beads, cutting along a straight line using blunt scissors യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യാനും, പേപ്പർ ക്ലിയർ ചെയ്യാനും, പേപ്പർ ഇങ്ങനെ മടക്കാനൊക്കെ നമ്മള് ഇത് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് നമ്മള് എന്താ പറയാ യൂസ് ചെയ്യില്ലേ. പിന്നെ കളറിങ്, പേപ്പർ ഫോൾഡ് ചെയ്യാൻ, ടു എൻഹാൻസ് ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് ദ യങ് ചിൽഡ്രൻസ്. കുട്ടികൾക്ക് യങ് ചിൽഡ്രൻസിന് ഫൈൻ മോട്ടോർ സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് മോട്ടോർ സ്കില്ല് കൂടുമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് എത്ര പേർക്കുണ്ട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികള്? എനിക്കുണ്ട് മാം. ഓക്കെ, 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളോ? എനിക്കുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാണ് സരിജ, മോൻ ആൽഫബറ്റ്സ് കുട്ടീനെ പഠിപ്പിച്ചു. എത്ര വയസ്സായി കുട്ടിക്ക്? 4.5. എഴുതിയ പഠിപ്പിച്ചേ? ആൽഫബറ്റ്സ് എങ്ങനെ പഠിപ്പിച്ചേ? എഴുതിയിട്ടും പറഞ്ഞു കൊടുത്തു. പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയാണ്, നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. നമ്മുടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകള് എന്താണ്, റൈറ്റിംഗ് ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മോണ്ടിസോറിയിൽ മെറ്റീരിയൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു മെറ്റീരിയൽ കിട്ടും, ആൽഫബറ്റ്സിന്റെ ബോർഡ്. അപ്പൊ ആ ബോർഡ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ആൽഫബറ്റ്സ് എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവര് നമ്മൾ കൈ പിടിച്ച് എഴുതേണ്ട വരില്ല, അവര് തന്നെ എഴുതി ശീലിക്കും. ജസ്റ്റ് അതിന്റെ ഇമേജ് ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ.
നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? പിന്നെ നമ്പേഴ്സും കാർഡില് സാൻഡ് പേപ്പർ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ല കേട്ടോ, ഞാനിപ്പോ കാണിക്കുന്നതല്ല. നോക്കട്ടെ, വുഡന്റെ ആണ്. നമ്മള് നിങ്ങൾ കാണുന്ന ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് കേട്ടോ. നോക്കട്ടെ, കാണുന്നുണ്ടോ നിങ്ങള്? ഈ കാണുന്ന നിങ്ങൾ ആൽഫബറ്റ്സ് ബോർഡ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ കുട്ടികളെ സാധാരണ നമ്മൾ എഴുതി പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഈ ആൽഫബറ്റ്സ് ബോർഡ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് ABC അതേപോലെ ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ്, അതേപോലെ അക്ഷരമാലയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് അവര് അത് ചെയ്യുമ്പോൾ അവരുടെ ഫിംഗർ അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നുണ്ട്, അവരത് കാണുന്നുണ്ട്, അതേപോലെ തന്നെ അവര് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ സെൻസ് ഓർഗൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും കേട്ടോ. സോ ഇനി ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കേണ്ട കുട്ടികൾക്ക് ഒരു 4 ഇയേഴ്സിലേക്കൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള പാരന്റ്സ് ആണ്. 3 to 4 ഇയേഴ്സ്, 3 വയസ്സുള്ള കുട്ടികളെ നമുക്ക് തന്നെ ചെയ്യിപ്പിക്കാം. അവർക്കൊരു എന്താ പറയാ, നല്ലൊരു കളിപ്പാട്ടം കിട്ടിയെന്നുള്ളൊരു ഇഷ്ടത്തോടു കൂടി അവരെന്ത് ചെയ്യും? ഇത് ചെയ്തോളും. ഈ ആൽഫബറ്റ്സിന്റെ കോഡ് യൂസ് ചെയ്തോളും. ഓക്കെ, നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലെ? അപ്പൊ അതിന് പകരമായിട്ട് ഇതേപോലത്തെ ആൽഫബറ്റ്സ് ബോർഡൊക്കെ വാങ്ങിച്ച് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യാം. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് നമുക്കറിയുള്ളത്, പഠിപ്പിക്കുന്ന സംഭവമാണ്. നമ്മളത് കളിക്കുന്ന രീതിയിൽ അത് ഫുൾ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അവര് എന്ത് ചെയ്യാണ്? ആൽഫബറ്റ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് പറ്റും. ഞാൻ പറഞ്ഞു, പസിൽസ് പറഞ്ഞു, അതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഈ ഒരു ബ്ലോക്സ് എന്താണെന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ മാം, ഞാനൊരു കാര്യം കാണിച്ചു കേട്ടോ വീഡിയോയില്. ഓക്കേടാ. എന്താന്ന് വെച്ചാൽ ഞാൻ മോനെ പ്രീ സ്കൂളിൽ ചേർത്തി. അപ്പൊ അവിടെ പിള്ളേരെ കൈ തൊട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ വീഡിയോ എനിക്കൊരു മാം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കാണുന്നില്ല ആടാ. ഓക്കെ, ബോർഡ് അല്ലേ? അത് ബ്ലോക്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ആൽഫബറ്റ്സിന്റെയും ന്യൂമറിക്കൽസിന്റെ ഒക്കെ കിട്ടും. എന്നുവെച്ചാൽ ഈ മോട്ടോർ സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, മോട്ടോർ കോർഡിനേഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നല്ലതാണ്, ഞാൻ പറഞ്ഞാണ്. ഓക്കെ, ആൽഫബറ്റ്സിന്റെ ബോർഡാണ്. കുട്ടികൾക്ക് ആൽഫബറ്റ്സ് ആണെന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. Young children practice fine motor control through activities like cutting, threading beads, sorting. അതൊക്കെ വെച്ചിട്ട് അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. Parents need to provide children with a toy which further enhance their fine motor coordination. Toys ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് ഫൈൻ മോട്ടോർ കോർഡിനേഷൻസ് ഒക്കെ അതുവഴി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി എന്നായിരുന്നു ഞാൻ ആൽഫബറ്റ്സിന്റെ സാൻഡ് പേപ്പറിന്റെ കാര്യം സബ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞത്? എല്ലാ വീക്കിലും ഓരോന്നോരോന്ന് കാണിക്കാം. ഈ വീക്കിൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണോ? ക്യാപിറ്റൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്തത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ വെച്ച് ബാക്കി ക്യാപിറ്റലും നമ്പേഴ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബോർഡ് ഞാൻ ബുക്ക് ചെയ്തേ ചെയ്തായിരിക്കുന്നത്. കാർഡിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, മോൻ പ്രസന്റ് ചെയ്തോ. ഓക്കെ മാം. മാം, ആ ലെറ്റേഴ്സ് ഇല്ലേ നമുക്ക് ഇതില് മീഷോയിലൊക്കെ ഉണ്ട്. അപ്പൊ അത് മേടിച്ചിട്ട് സാൻഡ് പേപ്പറിൽ അല്ല കാർഡ് ബോർഡിൽ ഇതാക്കിയിട്ട് അത് പേസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതിയോ? എന്നിട്ട് ആ ലെറ്റേഴ്സിന് ഒരു പെയിന്റ് അടിച്ച് ഇതാക്കി കൊടുത്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ മതിയോ? മനസ്സിലായില്ല മാം, ആ ലെറ്റേഴ്സ് ഇല്ലേ നമുക്ക് മീഷോയിൽ വാങ്ങാൻ കിട്ടും. ലൈക്ക് വുഡൻ ആണത്.
അപ്പൊ അത് വാങ്ങിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് ഇതുപോലെ ആ ഷേപ്പിൽ മുറിച്ചിട്ട് എന്നിട്ട് അതിന്റെ മേലെ ഗ്ലിറ്റർ പേപ്പർ എന്തോ സ്റ്റിക്ക് ചെയ്തിട്ട് എന്നിട്ട് ആ ലെറ്റേഴ്സ് അങ്ങ് പേസ്റ്റ് ചെയ്ത പോലെ സ്റ്റിക്ക് ചെയ്ത പോലെ. നമ്മളിങ്ങനെ എടുത്തു മാറ്റുന്ന മോൻ ഉദ്ദേശിക്കുന്ന ലെറ്റേഴ്സ് ആണോ? ഏതൊക്കെ മാറ്റാൻ പറ്റുന്നത്? ആ ഓരോ ലെറ്റേഴ്സ് ഉണ്ട് മാം. അത് വലിയ ലെറ്റേഴ്സ് തന്നെയാ. അവർക്ക് സെൻസ് അവർക്ക് തൊട്ടിട്ട് അത് പറയാം. ഓക്കേടാ. ഞാന് നമ്മള് ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് മാർക്കിന് വേണ്ടിയിട്ടാ. നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പൊ മോന് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് 5 മാർക്സ് തരാണ്. മേഘ സന്തോഷം എന്ന് പറയുന്നത് നമ്മള് വൈവേക്ക് കയറുമ്പോ ഞാൻ തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഇടും. അപ്പോ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോ നമ്മൾ തന്ന ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലേ നോക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അല്ല അങ്ങനെ ചെയ്യാമോന്നാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് ഓൺ റിസ്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യണോന്ന് ചോദിക്കുന്നത്? കാർഡ് രൂപത്തിൽ തന്നെ ചെയ്തേക്കും നല്ലത്. എന്നാലേ നമുക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. വൈവേക്ക് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഓരോ കാര്യങ്ങൾ കാണിച്ചായിരിക്കും നിങ്ങൾ കാണിച്ചു തരേണ്ടതായിട്ട് വരും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ മാർക്ക് എൻറ്റർ ചെയ്യുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഈ മെറ്റീരിയൽസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അവസാനത്തെ ടൈമിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതിന് നല്ലതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. ചിലപ്പം വേറെ ഓരോ വർക്കുകൾ വരില്ലേ, അപ്പൊ നമ്മൾ ഞാൻ ചെയ്ത് ആകെ ക്ലിയർ അല്ലാടാ. അതേപോലെ 1, 2, 3 ഒക്കെ മറ്റേ ഗിൽറ്റർ പേപ്പർ ചെയ്യണത്. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ നമ്മൾ ചെയ്തെന്ന് വെക്കട്ടെ, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തെല്ലാം മാർക്ക് അതിൽ ഉൾപ്പെടുത്തും. അല്ല ഞാൻ പറഞ്ഞില്ലേ വൈകി വരുമ്പോ ചെയ്തിട്ടുണ്ടോന്ന് എൻ്റർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. മാർക്കെല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. മാം ഇപ്പൊ പറഞ്ഞല്ലേ ക്ലിയർ ആവാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. അവള് ചോദിക്കുന്ന വെച്ചാ ഈ മാർക്കൊക്കെ നമ്മള് സർട്ടിഫിക്കറ്റിൽ എൻ്റർ ആവോന്ന്, ഇതൊക്കെ വാലിഡ് എവാലുവേറ്റ് ചെയ്യുമോന്ന്. എൻ്റർ ആവും കേട്ടോ. ഈ അപ്പാറ്റിക്സിന്റെ 100 മാർക്ക് ഉണ്ട്. നമ്മളൊരു എക്സാം എഴുതുന്ന പോലെ തന്നെ ഈ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നതിന് 100 മാർക്കാണ് വരുന്നത്. ഓക്കെ, മോൺസോറി അപ്പാറ്റിക്സ് പറഞ്ഞിട്ട്. അപ്പോ അത് 100 മാർക്ക് എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഇന്ന് ഞാൻ ഇങ്ങനെയാ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒട്ടിച്ചിട്ടില്ല കാർഡില്. കാർഡ് കിട്ടിയിട്ടില്ല. ഞാൻ കാർഡ് ഓർഡർ ചെയ്യാ ചെയ്ത്. ആണ്. ഓക്കെ, സാൻഡ് പേപ്പർ അല്ല ഗിൽറ്റർ പേപ്പർ. ഗ്ലിറ്റർ പേപ്പർ. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ABCs ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചേക്കാണ് എല്ലാം. ഓക്കേടാ. ഓക്കെ, നന്നായിട്ട് കേട്ടോ. നെക്സ്റ്റ് ആരാണ്? മിസ്, ഞാൻ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ചെയ്തുള്ളൂ. ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു കേട്ടോ. ഒട്ടിച്ചിട്ടില്ല മാം, അതൊന്നും ഒട്ടിക്കണം. കാർഡിൽ ഒട്ടിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങളത് സെറ്റ് ആക്കോ? ഓക്കെ മാം. എല്ലാവരും നെക്സ്റ്റ് വീക്കിലേക്ക് ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും കൂടി ആഡ് ചെയ്യും കേട്ടോ. ന്യൂമറിക്കൽസും കൂടി 0 to 9 വരെയുള്ള നമ്പേഴ്സും കൂടി. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കാർഡിലാണോ വേണ്ടത്? കാർഡിലാണോ മാം? ചാർട്ട് പേപ്പർ അല്ലായിരുന്നോ ഒന്ന് പറഞ്ഞേ? മാം കാർഡ് കാണിച്ചിരുന്നല്ലോ. കാർഡ് കാണിച്ചത് അത് കാർഡിലാ ചെയ്യേണ്ടതെന്ന് മാം പറഞ്ഞായിരുന്നു. പ്രത്യേകം ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു പ്രത്യേകമായിട്ട്. അപ്പൊ മാം പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നാ പറഞ്ഞേ. ഇത് കളയണ്ട. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ആൽഫബറ്റ്സ് നമുക്ക് ചാർട്ട് ചെയ്യേണ്ടത് ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തട്ടിയെടുത്ത് അതിൽ ആക്ടിവിറ്റിയില് ചെയ്താൽ മതി. എക്സ്ട്രാ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്താൽ മതി. ആൽഫബറ്റ്സ് ഒന്നും കൂടി ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, അത് കാർഡിലാക്കിയാൽ മതി. ഇതിപ്പോ നല്ല ഭംഗിയിലിരിക്കണ്ടേ, ഇതിൽ നിന്ന് പറിച്ചെടുക്കണ്ടേ അല്ലെങ്കിൽ. അപ്പൊ മോൻ കാര്യം ചെയ്യാം, ആൽഫബറ്റ്സ് കാർഡിലാണ് ചെയ്തത്. നമ്മള് കുട്ടികൾക്കൊക്കെ ഇപ്പൊ കളിക്കാൻ എന്താ പറയുക, ഒരു ചെറിയ കാർഡ് ഞാൻ കാണിച്ചു തന്നെ തോന്നുന്നുണ്ടല്ലോ.
ആരാണ് പേര് പറഞ്ഞേ? ആ നോക്കട്ടെ കേട്ടോ. ഓക്കേടാ, ഞാൻ കാണുന്നുണ്ട് പോലെ. കമ്പൈൻസും ചെയ്തിട്ടുണ്ടായിരുന്നു മാം. നമ്പേഴ്സ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കേടാ, നന്നായിട്ട് ധനജ ബഷീലെ കാർഡിലാണ് വേണ്ടത്. ചെയ്യുന്നത് സൽമ അല്ലെ? സൽമ, ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇതില്ലേ ചാർട്ടിൽ തന്നെ ഒട്ടിച്ചിരിക്കുന്നത്, ഇത് കനൂലല്ലോ, പേപ്പേഴ്സ് കനൂലല്ലോ. അപ്പൊ ഒരു കാർഡ്ബോർഡ് അതിന്റെ ബാക്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ബാക്കിൽ അത് ഒട്ടിക്കുകയാണെങ്കിൽ, കട്ടിയുള്ള കാർഡ്ബോർഡിന്റെ മേലെ ഈ ചാർട്ട് ഇതുപോലെയല്ലേ ഇതൊന്നും നോക്കിയേ. ഇതിലിപ്പോ കട്ട് ചെയ്ത് ബാക്ക് നോക്കട്ടെ. ഇതിന്റെ ബാക്കിൽ കാർഡ്ബോർഡ് ഒട്ടിച്ചാൽ മതിയോ? കട്ടിയുള്ള പോലെ. അതന്നെടാ. ഓക്കെ മാം. ടീമ ചെയ്തിരിക്കുന്നുണ്ടോ? കണ്ടു മാം. ഇതിന്റെ പിറകിൽ കാർഡ്ബോർഡോ? അങ്ങനെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാം പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇന്നിപ്പോ ടൈം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്യാപിറ്റൽ ലെറ്ററും ന്യൂമറിക്കൽസും പ്രിപ്പയർ ചെയ്തിട്ട് വരണം. എനിക്കറിയാം ഇന്ന് കുറെ പേരൊക്കെ മടി പിടിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ലാന്ന്. സോ നെക്സ്റ്റ് വീക്ക് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരണം. എല്ലാവരും പ്രസന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പറയണോ കേട്ടോ, ഇന്ന ആക്ടിവിറ്റി ഉണ്ട്, ഇന്ന കുട്ടികളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല എന്ന് പറയണോ കേട്ടോ. അപ്പോഴേ നമുക്കത് പ്രസന്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ടൈം ക്ലാസ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഞാൻ ക്ലാസ് എടുത്ത് പോകും, ആക്ടിവിറ്റിയുടെ കാര്യം ഞാൻ മറന്നു പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു. ആരാ സൈൻ ഔട്ട് പറയുന്നേ? മാം ഞാനാണ് സൈൻ ഔട്ട് പറയുന്നത്, ബിനി രാജീവ്. പറഞ്ഞോ. Yes. Good morning everyone. Thank you Aparna ma'am for making the class so easy to understand. The class was nice and we understood the topics really well. I also thank all my friends for listening and helping each other. Now I would like to share a thought. Buddha quote. നമുക്കൊരു ബുദ്ധവചനം കേട്ടാലോ? ഓവർ തിങ്കിങ് ഡസ് നത്തിങ് ബട്ട് കിൽ യു. നിങ്ങളുടെ സന്തോഷത്തെ കെട്ടുകയല്ലാതെ ഒന്നും ചെയ്യില്ല. സോ ഡോണ്ട് ഓവർ തിങ്ക്, ടൈം സ്പെൻഡ് ഫോർ ലിവിംഗ് വിത്ത് മീ. താങ്ക് യു അപർണ മാം. താങ്ക് യു ഓൾ മൈ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.